ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഏപ്രിൽ 9, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് മാറ്റങ്ങൾ. പക്ഷേ മാറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സമയം വേണം. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചേ പറ്റൂ. പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്തോറും ഉണ്ടാകുന്നൊരു ചേഞ്ച് ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിനെല്ലാത്തിനും വേണ്ടത് സമയമാണ്. നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി, പുതിയ പുതിയ അറിവിന് വേണ്ടി സമയം ചിലവഴിക്കൂ. തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് ഏപ്രിൽ 9 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രസിഡന്റ് ദ്രൗപദി മുർമു ഹോണർഡ് വിത്ത് കീ ടു സിറ്റി ഓഫ് ലിസ്ബൺ. ലിസ്ബൺ നഗരത്തിന്റെ കീ ടു സിറ്റി പുരസ്കാരം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമുയെ ആദരിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 7 ലിസ്ബൺ നഗരത്തിന്റെ സിറ്റി കീ ഓഫ് ഓണർ ഇന്ത്യയിൽ നിന്ന് ആർക്കാണ് ലഭിച്ചത്? പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ നൽകി ആദരിച്ചിട്ടുള്ള ഒരു പുരസ്കാരമാണ് സിറ്റി കീ ഓഫ് ഓണർ എന്ന പുരസ്കാരം. ഇത് നൽകിയിട്ടുള്ളത് ലിസ്ബൺ സിറ്റിയാണ്. ലിസ്ബണിലെ മേയർ ആണ് ഈ ഒരു പുരസ്കാരം നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 7, 8 എന്നീ തീയതികളിൽ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു റിപ്പബ്ലിക് ഓഫ് പോർച്ചുഗൽ സന്ദർശിച്ചിരുന്നു. ഈ ഒരു വേളയിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ സിറ്റി കീ ഓഫ് ഓണർ എന്ന ആ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ലിസ്ബൺ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? പോർച്ചുഗൽ. പോർച്ചുഗൽ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ലിസ്ബൺ. പോർച്ചുഗൽ എന്ന രാജ്യം ഇത് സദേൺ യൂറോപ്പിലെ ഒരു രാജ്യമാണ്. ഇതിന്റെ അറ്റ്ലാന്റിക് മഹാസമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് പോർച്ചുഗൽ. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ലിസ്ബൺ. ഒഫീഷ്യൽ ലാംഗ്വേജ് പോർട്ടുഗീസ്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ പോർച്ചുഗൽ സന്ദർശനം എത്ര വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ രാഷ്ട്രപതി പോർച്ചുഗലിലേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനമാണ്? 27 വർഷം. 27 വർഷത്തിന് മുമ്പാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആ ഒരു രാജ്യത്ത് സന്ദർശിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് പോർച്ചുഗൽ സന്ദർശിക്കുന്നത്. പോർച്ചുഗൽ എന്ന രാജ്യത്ത് സന്ദർശിക്കുന്ന 27 വർഷത്തിന് ശേഷമുള്ള പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. പോർച്ചുഗലിന്റെ പ്രസിഡന്റ് ആരാണ്? മാർസലോ റെബേലോ ഡി സോസ. പോർച്ചുഗൽ എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് മാർസലോ റെബേലോ ഡി സോസ. ക്യാപിറ്റൽ ആണ് ലിസ്ബൺ. ആ രാജ്യത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് പോർട്ടുഗീസ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ റാങ്ക്സ് ആസ് 3rd ലാർജസ്റ്റ് ജനറേറ്റർ ഓഫ് വിൻഡ് സോളാർ പവർ. കാറ്റ്, സൗരോർജം എന്നിവയുടെ ഏറ്റവും വലിയ 3ാമത്തെ ജനറേറ്ററായി ഇന്ത്യ സ്ഥാനം നേടി. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ലോകത്തിലെ 3ാമത്തെ വലിയ കാറ്റ് സൗരോർജ ഉൽപാദക രാജ്യമായി ഉയർന്നു വന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഏറ്റവും വലിയൊരു നേട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കും ഇന്ത്യക്ക്. കാരണം സൗരോർജം, സോളാർ, വിൻഡ്, അതുപോലെ തന്നെ ആ തരത്തിലുള്ള റിന്യൂവബിൾ എനർജിയിൽ ഇന്ത്യ ഇപ്പോൾ ലോകത്തിന് പറയുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന 3ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. എംബേഴ്സ് ഗ്ലോബൽ ഇലക്ട്രിസിറ്റി റിവ്യൂവിൻ്റെ 6ാം പതിപ്പ് അനുസരിച്ച് കാറ്റ് സൗരോർജം ഉൽപ്പാദനത്തിൽ 2024 ഇന്ത്യ ഏത് രാജ്യത്തെ മറികടന്നു? സിംഗപ്പൂർ. ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത് എംബേഴ്സ് ഗ്ലോബൽ ഇലക്ട്രിസിറ്റി റിവ്യൂ ആണ്. ഇവരുടെ 6ാമത്തെ പതിപ്പിലാണ് ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച്, അതായത് സിംഗപ്പൂർ എന്ന രാജ്യത്തെ മറികടന്നുകൊണ്ട് 2024 ഏറ്റവും കൂടുതൽ സോളാർ അതുപോലെ തന്നെ വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രാജ്യം എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഇന്ത്യയാണ്. കാറ്റ് സൗരോർജ ഉൽപ്പാദനത്തിൽ ഏറ്റവും മികച്ച 2 രാജ്യങ്ങൾ ഏതാണ്? ചൈനയും US-ഉം. ഇന്ന് ഗ്ലോബലി ഏറ്റവും കൂടുതലായിട്ട് വിൻഡ്, സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അത് ചൈന, US, അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയാണ്. 2024 രാജ്യത്തിന്റെ വൈദ്യുതിയിൽ സൗരോർജത്തിന്റെ എത്ര ശതമാനം സംഭാവന നൽകി? 7%. ഇന്നിപ്പോൾ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി, ഇതിൽ 7% അതിൻ്റെ കോൺട്രിബ്യൂഷൻ, അതിൻ്റെ സംഭാവന ഇപ്പോൾ സോളാർ എനർജിയാണ്. ഇത് പതിയെ പതിയെ അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും സോളാറിലേക്ക് എത്തിക്കുന്ന ലെവലിലേക്കുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതനുസരിച്ച് 2024 7% ഓഫ് ഇലക്ട്രിസിറ്റി അത് സോളാർ എനർജി ആയിരുന്നു. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രധാനമന്ത്രി മുദ്ര യോജന PMMY കംപ്ലീറ്റ്സ് 10 ഗ്ലോറിയസ് ഇയേഴ്സ്. പ്രധാനമന്ത്രി മുദ്ര യോജന മഹത്തായ 10 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രധാനമന്ത്രി മുദ്ര യോജന അതിൻ്റെ മഹത്തായ 10 വർഷം ഏത് തീയതിയിലാണ് ആഘോഷിച്ചത്? 2025 ഏപ്രിൽ 8.
ഇന്നലെ ഏപ്രിൽ 8 പ്രധാനമന്ത്രി മുദ്രാ യോജന അതിൻ്റെ 10ാമത്തെ വർഷം ആഘോഷിച്ചു. 2015 PMMY അത് ആരംഭിച്ചിട്ടുള്ളത്. 2015 ഏപ്രിൽ 8 ആയിരുന്നു. ഇന്നലെ ഏപ്രിൽ 8 10ാമത്തെ വർഷം ആഘോഷിച്ചു. ഈ 10 വർഷത്തിനുള്ളിൽ എത്ര പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ നൽകി? 52 കോടിയിലധികം വായ്പകൾ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം 2015 മുതൽ 2025 വരെയുള്ള ആ 10 ഇയേഴ്സിൽ പ്രധാനമന്ത്രി മുദ്രാ യോജന എന്ന ആ ഒരു ലോൺ സ്കീം നൽകിയിട്ടുള്ളത് 52 കോടിയിലധികം ജനങ്ങൾക്കാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലുടനീളമുള്ള ചെറുകിട സൂക്ഷ്മ സംരംഭകരെ ശാക്തീകരിക്കുക. എംപവറിംഗ് ദി മൈക്രോ ഓൺടർപ്രണേഴ്സ്. പ്രധാനമന്ത്രി മുദ്ര എന്ന ആ ലോൺ നൽകിക്കൊണ്ട് ഓൺടർപ്രണേഴ്സിനെ കൂടുതലായിട്ട് പവർഫുൾ ആക്കുന്ന രീതിയിലുള്ള ഒരു സ്കീം ആണ് PMMY എന്ന് പറയുന്ന സ്കീം. ഇത് ആരംഭിച്ചത് 2015 2024 ജൂലൈ 23 നടന്ന ബഡ്ജറ്റ് സെഷനിൽ ധനകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ എത്ര വായ്പാ തുക വർദ്ധിപ്പിച്ചു? 20 ലക്ഷം വരെ. ഈ ഒരു ലോൺ അതിൻ്റെ 10 ലക്ഷം വരെയായിരുന്നു. എന്നാൽ പിന്നീട് 2024 ജൂലൈ 23 നടന്നിട്ടുള്ള ബഡ്ജറ്റ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അപ് ടു 20 lakhs, അതായത് 20 ലക്ഷം വരെ പ്രധാനമന്ത്രി മുദ്രാ യോജന അതിന് അർഹിക്കുന്നവർക്ക് നൽകും എന്നുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു. ഇപ്പോൾ PMMY ഇതിൻ്റെ ഫുൾ ഫോം ആണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. 2015 ഏപ്രിൽ 8 ഇത് ആരംഭിച്ചു. ഏതാണ്ട് 52 കോടിയിലധികം ആളുകൾക്ക്, ബിസിനസ്സുകാർക്ക് ഈ ഒരു ലോൺ നൽകി സഹായിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ മൈക്രോ ഓൺടർപ്രണേഴ്സിനെ ശാക്തീകരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹരിയാന ഗവൺമെൻറ് അനൗൺസ്ഡ് 20% കോട്ട ഫോർ അഗ്നിവീർസ് ഇൻ ഹരിയാന പോലീസ്. ഒരു ന്യൂസ് ഹെഡിങ് ആണത്. ഹരിയാന ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിങ് ആണത്. ഹരിയാന പോലീസിൽ അഗ്നിവീർമാർക്ക് 20% കോട്ട ഹരിയാന സർക്കാർ പ്രഖ്യാപിച്ചു. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പോലീസ് ജോലികളിൽ അഗ്നിവീർമാർക്ക് 20% സംവരണം അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാന. അഗ്നിവീർ നമുക്കറിയാം 4 years എന്ന രീതിയിലേക്ക് ഡിഫൻസിൽ സർവീസ് ചെയ്യാനുള്ള ആ ഒരു അവസരം. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് CISF, CRPF എന്നുപോലുള്ള ഓർഗനൈസേഷനിലെ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് ഹരിയാന ഗവൺമെൻറ്റിൻ്റെ. അതായത് അഗ്നിവീർമാർക്ക് 20% ആണ് ഹരിയാന പോലീസിലേക്ക് വെച്ചിട്ടുള്ള റിസർവേഷൻ. 2025 ഏപ്രിൽ 7 പോലീസ് ജോലികളിൽ അഗ്നിവീർമാർക്ക് 20% സംവരണം പ്രഖ്യാപിച്ച ഹരിയാന മുഖ്യമന്ത്രിയുടെ പേര് നയാബ് സിംഗ് സൈനി. ഹരിയാനയുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് നയാബ് സിംഗ് സൈനി. അദ്ദേഹമാണ് ഏപ്രിൽ 7 പ്രഖ്യാപിച്ചത്. അതായത് അഗ്നിവീർമാർക്ക് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഹരിയാന പോലീസിൽ 20% അവർക്ക് സീറ്റ് റിസർവേഷൻ നൽകുന്ന കാര്യം. സേവന കാലാവധി അവസാനിച്ചതിന് ശേഷം അഗ്നിവീർമാരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഹരിയാന. അഗ്നിവീർ ആർമി, അഗ്നിവീർ എയർഫോഴ്സ്, നേവി എന്നീ സേനകളിൽ സർവീസ് ചെയ്തതിനു ശേഷം വന്നു കഴിഞ്ഞാൽ അവരുടെ ആ സേഫ്റ്റി, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് ആണ്, ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ന്യൂ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി ഒമാൻ ഇന്ത്യ ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് OIJIF. ഒമാൻ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. OIJIF എന്നാൽ ഒമാൻ ഇന്ത്യ ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒമാൻ ഇന്ത്യ ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? സതീഷ് ചവ്വ. ഇന്ത്യ ഒമാന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് ഒമാൻ ഇന്ത്യ ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് OIJIF. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടാണ് സതീഷ് ചവ്വയെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുമായി ചേർന്ന് സതീഷ് ചവ്വയെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയി നിയമിച്ച ഇന്ത്യൻ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒമാനിലുള്ള ഇന്ത്യയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, ഈ 2 സംഘടനയാണ് ഒമാൻ ഇന്ത്യ ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് OIJIF എന്ന ആ ഒരു സംഘടനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് സതീഷ് ചവ്വയെ നിയമിച്ചിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡ്സ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.